സ്വദേശമായ തമിഴ്നാട് വിട്ട് ഉപജീവനത്തിനായി ചേർപ്പിൽ വാടക വീട്ടിൽ കഴിയുന്ന മഞ്ജുള എന്ന വീട്ടമ്മയ്ക്ക് ആദരം. വനിതാ ദിനത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ആദരം നൽകിയത്. 13 വർഷം മുൻപാണ് മഞ്ജുള ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ വാടക വീട്ടിൽ താമസം തുടങ്ങുന്നത്. ഭർത്താവിന്റെ വേർപാടിന് ശേഷം വീടുകളിൽ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് മഞ്ജുള 2 മക്കളെ വളർത്തുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അഗസ്തിയ, ചേർപ്പ് CNN സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആകാശ് എന്നിവരാണ് ഇവരുടെ മക്കൾ. 12ഓളം വീടുകളിൽ പണിയെടുത്താണ് മക്കളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള ആവശ്യങ്ങൾ ഇവർ നിറവേറ്റുന്നത്. ഭർത്താവിന്റെ ആകസ്മികമായ വേർപാടിലും തളരാതെ മക്കൾക്കായി ജീവിക്കുന്ന മഞ്ജുള വനിതാ ദിനത്തിൽ പ്രത്യാശയുള്ള ജീവിതത്തിന്റെ പ്രതീകമാവുകയാണ്. മഞ്ജുളയ്ക്കും മക്കൾക്കുമായി സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് വാർഡ് മെമ്പർ എം സുജിത് കുമാർ പറഞ്ഞു. 19-ാം വാർഡിൽ കഴിഞ്ഞ 13 വർഷമായി തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന പ്രിയപ്പെട്ട ചേച്ചി മഞ്ജുള ചേച്ചി, ഇന്ന് വനിതാ ദിനമായ ഇന്ന് മഞ്ജുള ചേച്ചിയെ ഞങ്ങളിവിടെ ആദരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, മഞ്ജുള ചേച്ചി കഴിഞ്ഞ 13 വർഷമായി ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ വാടക കെട്ടിടത്തിൽ താമസിക്കുകയാണ്. മഞ്ജുള ചേച്ചിക്ക് 2 മക്കളാണുള്ളത്. ഒരു കുട്ടി നഴ്സിങ്ങിന് പഠിക്കുകയാണ്, ഒരു വിദ്യാർത്ഥി +2-ന് പഠിക്കുകയാണ്. ഈ 2 പേരെയും വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പല വീടുകളിലും ജോലിക്ക് പോയാണ് ചേച്ചി അവരെ നോക്കി വളർത്തി വലുതാക്കിയിരിക്കുന്നത്. ചേച്ചിയുടെ ഭർത്താവ് മരണപ്പെട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് ഈ വനിതാ ദിനത്തിൽ ഏറ്റവും അധികം ശക്തിയും കരുത്തും അതുപോലെ തന്നെ ഈ മക്കളെ നോക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചേച്ചിക്ക് ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. വനിതാ ദിനത്തിൽ ചേച്ചിയെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിന് വേണ്ടി ആദരിക്കാൻ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. മഞ്ജുള ചേച്ചിക്ക് സ്വന്തമായി ഒരു വീട് എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്നാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. മഞ്ജുള ചേച്ചി ഇപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 13 വർഷമായി ഈ വാടക കെട്ടിടത്തിൽ തന്നെ അവർ തുടരുകയാണ്. വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാണ് മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭവനം അവർക്ക് പണിതു കൊടുക്കാൻ വാർഡ് മെമ്പർ എന്ന നിലയ്ക്കും പിന്നെ അതുപോലെ തന്നെ അവർക്ക് അങ്ങനെ ഒരു സ്വപ്നം പൂർത്തിയാക്കാനും എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ശ്രമവും ഉണ്ടാവും. മഞ്ജുള പണിയെടുക്കുന്ന വീട്ടിൽ വെച്ചാണ് അവർക്ക് ആദരം നൽകിയത്. പല വ്യഞ്ജനക്കേറ്റും മറ്റ് സമ്മാനങ്ങളും മഞ്ജുളയ്ക്ക് വാർഡ് മെമ്പർ നൽകി. മുൻ പഞ്ചായത്ത് അംഗം ധന്യ സുനിൽ, സഹകരണ ബാങ്ക് ഡയറക്ടർ സി അനിത, KS ഗിരീഷ്, KR മിഥുൻ, രേഷ്മ ബിനോയ്, ദൈവിക് എന്നിവർ ആദര ചടങ്ങിൽ പങ്കെടുത്തു.